നമസ്കാരം. ഇന്ത്യയിൽ CPIMന്റെ പരമോന്നത പദത്തിലെത്തിയ MA ബേബി എല്ലാം അവധാനതയോടെ നോക്കിക്കാണുന്ന ആളാണ്. കാര്യങ്ങളുടെ സൂക്ഷ്മാംശങ്ങളിലേക്ക് ഇറങ്ങി അവയെ ആഴത്തിൽ മനസ്സിലാക്കി പ്രതികരിക്കുന്ന സഖാവ്. പാർട്ടിക്കൊപ്പം പാട്ടും പന്തുകളിയും ഇഷ്ടപ്പെടുന്ന ബേബിയുടെ വാക്കുകൾ പ്രസംഗവേദികളിലും വേറിട്ട് നിൽക്കുന്നവയാണ്. പ്രഭാഷണങ്ങൾക്കിടയിൽ തുളച്ചു കയറുന്ന നർമ്മങ്ങളും അദ്ദേഹം കരുതി വയ്ക്കും. മന്ത്രിയായിരുന്ന കാലത്ത് നിയമസഭയിലും പുറത്തും ആ വാക്ചാതുരി രാഷ്ട്രീയ എതിരാളികളെ പോലും ചിരിപ്പിച്ചു. 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ MA ബേബി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അക്കാലത്ത് സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിലുള്ള സർക്കാരിൻ്റെ നയങ്ങളും അതിന്മേലുള്ള കോടതി വിധികളും എല്ലാം കൂടി കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിരുന്നു. അന്നൊരിക്കൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിങ്ങനെ: ശ്രീകൃഷ്ണനും കുചേലനും ഒരേ ക്ലാസ്സിൽ പഠിക്കാനായത് അന്ന് സ്വാശ്രയ കോളേജുകൾ ഇല്ലാതിരുന്നത് മൂലമാണ്. കത്തോലിക്ക സഭ സർക്കാരിൻ്റെ സ്വാശ്രയ നയങ്ങളെ നിരന്തരം ചോദ്യം ചെയ്തിരുന്ന അക്കാലത്ത് ബേബി കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം സഭയ്ക്കു നേരെ അമ്പുകൾ ഉതിർത്തു. കൊല്ലം പുത്തൂരിൽ നടന്ന വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹം പറഞ്ഞു, പണ്ട് കുറച്ചു കാലം ഒരു പള്ളിയിൽ അച്ഛൻ്റെ അസിസ്റ്റൻ്റായി ജോലി നോക്കിയിരുന്നു. അന്ന് എനിക്ക് പള്ളിയിൽ നടക്കുന്നത് ഒക്കെ അറിയാം. സ്വാശ്രയ നിയമത്തിൻ്റെ കാര്യത്തിൽ പള്ളിമണിയടിച്ചു വിരട്ടാൻ നോക്കിയാൽ വിരളുന്നതല്ല LDF സർക്കാർ. ഈശോയിൽ വിശ്വാസവും കീശയിൽ ആശ്വാസവും കണ്ടെത്തുന്നവരാണ് സഭാധികാരികൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രൂപതയ്ക്കും ഒരു നിർവചനം നൽകി. രൂപത എന്നാൽ രൂപത എന്നാണ് അർത്ഥം. അപ്പോൾ അതിരൂപതയോ? ഈ സംശയം പ്രേക്ഷകർക്കുണ്ടാകാമല്ലോ. അതെന്താണെന്ന് ബേബി സഖാവിന് മുമ്പേ ഇരിങ്ങാലക്കുട രൂപത കൗൺസിലൊക്കെ ഉണ്ടായിരുന്ന നമ്പാടൻ മാഷ് നിർവചിച്ചിട്ടുണ്ട്. അതിരൂപത എന്നാൽ അധികം രൂപത എന്നു തന്നെ. മറ്റൊരിക്കൽ MA ബേബിയുടെ പ്രയോഗം ഇങ്ങനെ പോയി: മതമേലധ്യക്ഷന്മാരുടെ വിദ്യാഭ്യാസത്തോടുള്ള സമീപനം കണ്ടാൽ യേശു ക്രിസ്തു എന്ത് ചെയ്യും എന്നറിയില്ല. സ്വാശ്രയ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവർക്ക് ബ്രെയിൽ ലിപി ആവശ്യമാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തുടർന്നു: ആത്മീയതയുടെ പേരിൽ ആലിംഗനം ചെയ്താൽ രോഗം മാറും എന്ന് പറയുന്നവർ പോലും സ്വന്തം മെഡിക്കൽ കോളേജിൽ 35 ലക്ഷമാണ് കോഴ വാങ്ങുന്നത്. ഇക്കാര്യത്തിൽ സഭയോടുള്ള വിയോജിപ്പ് ബേബി മന്ത്രി അവിടെയും നിർത്തിയില്ല. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന ദൈവമുണ്ടായിരുന്നെങ്കിൽ സ്വാശ്രയ കോളേജുകൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. സ്വാശ്രയ കോളേജ് വിഷയത്തിൽ സഭയോടുള്ള അസ്വാരസ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാവണം തിരുവനന്തപുരം ചാല ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ മന്ത്രി ബേബി പറഞ്ഞു, യേശു ക്രിസ്തു ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗമാകുമായിരുന്നു. മഹാനായ ക്രിസ്തു യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിയാണ്. അന്നത്തെ ചൂഷകവർഗം അദ്ദേഹത്തെ കുരിശിൽ തറച്ചു. സമൂഹത്തിൽ സമത്വത്തിനു വേണ്ടി നിലകൊണ്ടയാളാണ് യേശു ക്രിസ്തു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് യേശു ഉദ്ദേശിച്ചത് അതാണ്. മന്ത്രിയായിരിക്കെ സർക്കാർ ഡോക്ടർമാർ സമരം നടത്തിയപ്പോൾ MA ബേബിയുടെ പ്രയോഗം ഇങ്ങനെ പോയി: മനുഷ്യജീവൻ കാത്തു രക്ഷിച്ചു കൊള്ളാം എന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസിന്റെ പേരിൽ പ്രതിജ്ഞയെടുത്ത ഡോക്ടർമാർ സമരം ചെയ്ത് ഹിപ്പോക്രാറ്റുകൾ ആകുകയാണ്. ഇപ്പോൾ CPIM ജനറൽ സെക്രട്ടറിയായ MA ബേബിയുടെ പുതിയ പ്രയോഗങ്ങൾക്കും രാഷ്ട്രീയ നർമ്മങ്ങൾക്കും വേണ്ടിയാകും ഇനി മുതൽ നാട് കാതോർക്കുക.